എല്ലാവർക്കും നമസ്കാരം. ചായക്കൊച്ച ഏതോ ഒരു മധ്യപ്രദേശിലെ ഏതോ ഒരു പമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പമ്പിലെല്ലാം പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷായി. കഴിച്ചൊന്നുമില്ല, അതുകൊണ്ട് നമ്മളിനി പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലുമൊക്കെ കയറി കഴിക്കണം. പുത്താട്ട് ഫാമിലിയുള്ളതിൻ്റെ പുതിയൊരിടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി അച്ഛൻ കുറച്ച് ഓടിച്ചു, ചായക്കൊച്ച അത് കഴിഞ്ഞിട്ട് ഓടിച്ചായിരുന്നു. അപ്പോൾ ചായക്കൊച്ച ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഗ്ലാസ് ഉടക്കുക. ഇപ്പം 2 ദിവസമായിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല. കൈക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അത് കുറഞ്ഞു. എന്നാൽ ഞാൻ വണ്ടി എടുക്കാം രാവിലെ. എടുത്തോ. പോയേക്കാം. അപ്പം നമ്മളിപ്പം മധ്യപ്രദേശിലെ സാഗർ കഴിഞ്ഞ് ലക്നൗ എത്തി. എത്തിയില്ല, കുറച്ചുകൂടെ ഉണ്ട്. അപ്പം നമ്മൾ ചണ്ഡീഗഡിൽ നിന്ന് മൈസൂരിലേക്കുള്ള യാത്രയിൽ മധ്യപ്രദേശിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹരിയാന, UP, പിന്നെ കുറച്ച് രാജസ്ഥാൻ കൂടെ കയറി നമ്മളിപ്പോൾ മധ്യപ്രദേശിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ദാമിക്കുട്ടി കുറച്ച് വഴക്കില്ലാണ്, വിശക്കുവാന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത കട കാപ്പി കുടിച്ചിട്ട് പോവാം. ഒരു സൈഡ് ടാറിങ് നടക്കുക, അതുകൊണ്ട് റൈറ്റ് സൈഡേ കയറ്റി വിട്ടു. ഇവിടെ വന്ന് വീണ്ടും നമ്മൾ നമ്മുടെ സൈഡിൽ തന്നെ വന്ന് കയറി. നമ്മൾ നർമ്മദ നദിയാ ക്രോസ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്തോ? നർമ്മദാ നദിയാണ്. അതെ, ആ ലൈൻ പണി നടക്കാന്ന് തോന്നുന്നു കേട്ടോ. വണ്ടി അതുകൊണ്ട് ഓപ്പോസിറ്റ് റോങ് സൈഡ് കയറി വരുന്നുണ്ട്. നമുക്കേ ഇന്ന് ഉച്ചക്ക് എന്തെങ്കിലും വെക്കണ്ടേ? ഉച്ചക്ക് എവിടുന്ന് എന്തേലും ചോറ് വെച്ചേക്കാം. ചോറിനെ കുക്കറിന് വാഷറും വിസിലും ഒക്കെ ഉണ്ട്, തപ്പണം. അത് നോക്കാം, നമുക്ക് കാണുമായിരിക്കും. എടുത്തില്ല, ഇതിനകത്ത് തന്നെ കാണും. നോക്കണം. എന്നാന്നറിയാവോ, ചിലപ്പോ വീട്ടിലെടുത്ത് വെച്ച് കാണും. ആണോ? എന്നാ ഓക്കെ. കണ്ടോ, റൈറ്റ് സൈഡിൽ ചോളം കൃഷിയാ. അതൊരു പള്ളിയാന്ന് തോന്നുന്നു കേട്ടോ. പള്ളിയും സ്കൂളും ഉണ്ട്. പള്ളിയും സ്കൂളും കൂടെ. അതെ, ഓവർ ബ്രിഡ്ജിന്റെ പണി നടക്കുക, അതാണ് ഒരു സൈഡേ വണ്ടി പോകുന്നത്. മലയാളിയായിരുന്നു. അതെ, രാത്രി വഴിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നേ? അതെ അല്ലേ, വഴി നല്ല നിരപ്പായതുകൊണ്ട് ഓടിക്കാൻ നല്ല സുഖമല്ലേ. നിങ്ങൾ ഇതുകൊണ്ടോ താഴെ കൂടെ ട്രെയിൻ പോകുന്നേ? ഈ ട്രിപ്പില് കൊറേ ട്രെയിൻ കണ്ടു നമ്മള് കേട്ടോ, ഇന്നലെയൊക്കെ ആയിട്ട്. ചായയെ രാവിലെ കഴിച്ചിട്ട് കിടക്കാന്നും പറഞ്ഞോണ്ടാ ഇരിക്കുന്നേ. ഇതിന് ഉച്ചക്ക് ചോറ് വെക്കുന്നവരെ ഇരിക്കേണ്ടി വരുമോന്ന് അറിയത്തില്ല കേട്ടോ. എന്തോ രാവിലെ കൃഷിത്തോട്ടമൊക്കെ നനച്ചു കൊടുക്കുന്ന കണ്ടോ. കുഞ്ഞുങ്ങളുണ്ടോ? നെല്ല് കൊയ്യുന്ന മെഷീനാ. ഈ വഴി മൊത്തം ഇങ്ങനാന്നാ തോന്നുന്നേ കേട്ടോ. വഴിപണി നടക്കുക, അതാ. കുറച്ചു നേരം തപ്പി തപ്പി ഒരു കട കിട്ടി. അപ്പൊ ഇവിടെ കഴിക്കാനുള്ളതിന് പുകയോ പൊഹ അതുകൊണ്ട് പൂരിയുണ്ട്. അപ്പൊ ഒരു പൊഹ പറഞ്ഞു, ബാക്കി എല്ലാരും പൂരിയാ പറഞ്ഞു. നീ പിന്നെ മേടിച്ചോ? 2 പൊഹ പറഞ്ഞു. ഇത് പേര് കേട്ടപ്പോഴാണ്ട് നല്ല സാധനമാണെന്നാ ഓർത്തത്. അതാണോ പഴം ഉണ്ടെന്നൊക്കെ ചോദിച്ചേ? അതെ 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 അതെ. അതേ, ഒരു മാമ നിക്കുന്നല്ലോ. കുത്തുവോ? ഇപ്പൊ നമ്മൾ കഴിക്കാൻ നിർത്തിയ കടയല്ലേ, കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സവോളയും പച്ചമുളകും വെണ്ടയ്ക്കായും മുട്ടയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചോറ് വെച്ചാൽ മാത്രം മതി. ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കാം. കാപ്പൂടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ എന്നാ പതുക്കെ പോയാ. ഞാൻ എടുക്കാൻ വേണ്ടി എടുക്കോ? ഇതെല്ലാം കിഴങ്ങിലോട് വണ്ടികളാ, കുറേ വണ്ടികളുണ്ട്. അതെ, ആലു ആഗ്രഹ ഗുണ്ടൂർക്കാ കേട്ടോ. ആലു റോഡ് 5-6 വണ്ടിയുണ്ട്, ബാക്കിയൊക്കെ പുറകെ വരുന്നുള്ളൂ. അതെ, ഇത് പടുതാന്ന് ഇടാതെ കൊണ്ടുപോകുന്നേ. അതെ, തോട്ടത്തിൽ പറിച്ച് അന്നേരം കയറ്റുന്ന ആലു. അത് തനി പച്ച സാധനം. അത് നമുക്ക് കിട്ടുന്ന ആലുവൊക്കെ വർഷങ്ങളായിട്ടുവാ. പടുതയിടാത്തത് ആവിച്ച് പോകാതിരിക്കും. അല്ലെങ്കിൽ ഈ സാധനം പറിച്ച ഉടനെ കയറ്റുന്നില്ല, പടുതായും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അവിഞ്ഞു പോകും. മഴ പെയ്താൽ അന്നേരം പടുതയിടണം. അപ്പം ഇവിടെ മഴയില്ലല്ലോ. ചായ ബ്രോ ഉറങ്ങാൻ കിടന്നു. അപ്പം ഇന്ന് എങ്ങനെയെങ്കിലും കഞ്ഞി വെക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ പോകുന്നത്.
എങ്ങനെയെങ്കിലും അല്ല ഇന്ന് കഞ്ഞി വെക്കണം. താമുക്കുട്ടി അക്ഷമയായിട്ടിരിക്കുക. താമക്കുട്ടി രാവിലെ ഇത്തിരി ചോറ് തരുവോ? പണി നടക്കുന്നതുകൊണ്ട് ഓടിയെത്താൻ ഭയങ്കര താമസമാണ്. എന്നാൽ രാത്രിയിലൊക്കെ നല്ല സുഖമായിരുന്നു. ഇത്രയും ഒത്തിരി സ്ഥലത്ത് പണിയുന്നില്ല. ചകലൊക്കെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വിട്ടിട്ടേ ഉള്ളായിരുന്നു. ഇതിപ്പം ഇടയ്ക്കിടയ്ക്ക് മുട്ടിനായല്ലേ? അതെ അതെ അതെ. ഇങ്ങോട്ട് അധികം പണി തീർന്നിട്ടില്ല. അതാ ഇവിടുത്തെ സർവീസ് ബസ്സാണെന്ന് തോന്നുന്നത് കേട്ടോ. കൊയ്ത്തിന്റെ സമയം തോന്നുന്നല്ലേ? കൊയ്ത്തന്തങ്ങൾ കുറെ പോകുന്നുണ്ട്. ഇതുണ്ടോ ഡ്രൈവർ ഇരിക്കുന്ന എന്നാ ഹൈറ്റിലാന്ന് കണ്ടോ? ഇവിടെ എല്ലാം മൊത്തം കരിമ്പ് കൃഷിയാണ്. കരിമ്പൻ ചോളവും കൃഷികൾ ഇഷ്ടം പോലെ ഉണ്ട്. നാഗ്പൂർ 250 കിലോമീറ്റർ. സിയോണി ലക്നോഡോൺ 62 കിലോമീറ്റർ കൂടി ഉണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ടല്ലേ വേണ്ടിയാ? അതെ അതെ. ഇന്നലെ വന്ന ഹൈവേ വെച്ച് നോക്കുമ്പോ ഇത് തിരക്ക് കുറവാ അല്ലേ? തിരക്കൊന്നുമില്ല. ആലോടും ഉണ്ടോ? അത് ബീഡിയയിലാ. ഇതുണ്ട് ഇതേ ഇവിടെ എല്ലാം മറ്റേ ചെറിയ മണ്ണ് കട്ട കെട്ടിയ വീടൊക്കെ ആയി കണ്ടോ. നമ്മള് വനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നേ. അവിടെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു മാനൊക്കെ ക്രോസ് ചെയ്യുന്നു. വനമാണ് അത്യാവശ്യം ആൾത്താമസം ഒരു സൈഡിൽ ഉണ്ട്, ചില സ്ഥലങ്ങളിലുണ്ട്. വനമല്ലാവേ ഉണങ്ങി കരിഞ്ഞിരിക്കുക. ഇങ്ങോട്ട് മഴ പെയ്തില്ലെന്നാ തോന്നുന്നേ. മഴ പെയ്തില്ലെന്നാണ്. അതുകൊണ്ട് നല്ല ചൂടുണ്ട്. നല്ല ചൂടുണ്ട്. വെളിയിൽ ഇറങ്ങുമ്പോഴേ അത് അറിയത്തുള്ളൂ. ഇവിടെ മഴ തിരിച്ചു വിട്ടേക്കും. അവിടെ ടാറിങ് കിടപ്പുണ്ടായിരുന്നു. ഇത്രയും ദിവസേ ചെമ്മരിയാടിനെയൊക്കെ കണ്ട് ഇവിടെ വന്ന് വേറെ സൈസ് നമ്മുടെ സാധാ ആടായല്ലേ. ഈ വനത്തിനിടയ്ക്ക് ചെറിയ ഗ്രാമങ്ങളും ഉണ്ട്. ഓടിന്റെ അത് പഴയ ടൈപ്പ്, ഇത് പുതിയ ടൈപ്പ് മഞ്ഞാക്കുന്നുണ്ട്. പുതിയ വീടും ഉണ്ട് പഴയ വീടും ഉണ്ട്. ചെറിയൊരു കേട്ടാ കേട്ടോ നമ്മള് കേറിക്കൊണ്ടിരിക്കുന്നേ. അതെ. നമ്മള് രാവിലെ കണ്ട ആലുവണ്ടിയൊക്കെ ആലുക്ക ഗാഡി ആകെ ചേരാ. വണ്ടിക്കാരവിടെ നിർത്തിയിട്ടേ പാചകമൊക്കെ ചെയ്ത് കഴിക്കും സൈഡിലുണ്ട്. തണലത്ത് വന്നിരുന്ന് പാചകം ചെയ്യുന്നു. ടാറിങ് ഉണ്ടോ? ഒരു കുഴപ്പമില്ലാത്ത ടാറിങ് ആണ്. അത് പൊളിച്ച് റീടാർ ചെയ്യാനായിട്ടാണ് പൊളിച്ചെടുക്കുക. ആണോ ടാറിങ് മെഷീനാണോ അത്? അതാ ടാറിങ് അത് പൊളിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ്. അതുണ്ടോ? അതെന്റെ കൃഷിക്ക് ഒരുക്കിയിട്ടിട്ടേ ഏതാണ്ട് നട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് പ്ലാസ്റ്റിക് വെച്ച് മൂടിയിട്ടേക്കുവാ. അതെ അതെ. അതെന്തോ കൃഷി ചെയ്തേക്കുന്നത് എന്നാന്നറിയില്ല. അങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അല്ലേ തന്നെ വണ്ടി നിർത്തിയിട്ടേക്കുന്നേ. അല്ല, അവിടെ ധാബയുണ്ട്. വണ്ടിക്കാർ ആഹാരം കഴിക്കാനൊക്കെ പോയേക്കുന്നത്. നാഗ്പൂർ ഹൈദരാബാദ് 607 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഹൈദരാബാദ് പോകണ്ടല്ലോ നമുക്ക്. കന്യാകുമാരി 1830. ഇവിടെ കുറച്ച് കടയൊക്കെ കാണുന്നുണ്ടേ. തൈരുണ്ടോ നോക്കിയിട്ട് വാ. ട്രെയിലറിലെ ലോഡ് കണ്ടോ? ഇതൊക്കെ എങ്ങനെ ടോൾ പാസ്സാവും? ടോൾ അതാ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർസൈസ് വെഹിക്കിൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ലേ? ലെഫ്റ്റ് സൈഡിൽ കൂടെ പാസ്സാവുള്ളൂ. വലിയൊരു 2 വളയവാ. സിയോണി 48, നാഗ്പൂർ 178, 176, കന്യാകുമാരി 1827. അതുകൊണ്ട് വണ്ടി വന്നിടിച്ചാടി വേറെ. അവിടുന്ന് ഇവിടെ വരെ പോയല്ലേ? അവിടുന്ന് വിളിച്ചിട്ടുണ്ട്, ഇവിടുന്ന് വിളിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവിടെ നിന്ന് കയറിയതായിരിക്കും. നമ്മളേ ജമ്മുവിലോട്ട് കയറിയപ്പോ പട്ടാളക്കാരുടെ വണ്ടിയായിരുന്നു നിറയെ. ഇങ്ങോട്ട് വന്നപ്പോ നിറച്ച് കൊയ്ത്തന്ത്രമായി. ഇവിടെ ഇഷ്ടംപോലെ കൃഷിയുണ്ട്. രാംകുട്ടിയെ ഉറങ്ങിയിട്ട് നിലത്ത് കിടക്കാൻ സമ്മതിക്കല്ല. മടിയിലിരിക്കണോന്ന് കിടത്തിയിട്ട് പിന്നെ ചാടി എഴുന്നേറ്റതാ. അതെ, കുറച്ച് ചോറ് വെക്കാൻ തീരുമാനിച്ച് ഒരു തണല് നോക്കി നിർത്തി. അന്നേരം ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിരുന്നു. ദാംകുട്ടിക്ക് ചോറ് മാത്രം മതി. ഞാൻ അരി എടുത്ത് കഴുകുക. ഏട്ടൻ്റെ വേഗം ഗ്യാസ് കണക്ട് ചെയ്ത് കത്തിക്കുക. അരിയൊക്കെ ഇട്ട് വന്നപ്പോഴത്തേനും മഴ പെയ്തു. അപ്പൊ നമ്മളെ കുട എടുത്ത് സെറ്റ് ചെയ്തു. നമുക്ക് സവോള വിളിച്ച് മുളകൊക്കെ ഉണ്ടാക്കണ്ടേ? അതെ. ഓ, ദാംകുട്ടി കസേര നീക്കിയിട്ടോണ്ട് വരുവാ. മുളകും പൊളിച്ചേ മുട്ടയും പൊരിക്കാന്ന വിചാരിച്ചു. മുളകും ഉണ്ടാക്കി മുട്ടയും പൊരിക്കാന്ന വിചാരിച്ചു. പക്ഷെ മുട്ട പൊരിക്കാനുള്ള പാത്രങ്ങളൊന്നും ഇല്ല. അപ്പൊ പിന്നെ എന്നാ ചെയ്യും? നമുക്ക് ഈ വലിയ പാത്രത്തിനകത്തോട്ട് മുട്ട അങ്ങനെ തന്നെ പൊരിക്കാം. ഒരു കാര്യം ചെയ്യാം, മുളക് ആദ്യം ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് പാത്രം മാറ്റിയിട്ട് മുട്ട ഉണ്ടാക്കാം. കുഞ്ഞിക്കിളി ചായ നല്ല ഉറക്കത്തില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. വണ്ടി നിർത്തിയതോ കഞ്ഞി ഇട്ടതോ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതേലുണ്ടായിരുന്ന പാത്രമൊക്കെ എന്ത് ചെയ്യും? ഇതേലുണ്ടായിരുന്ന പാത്രമൊക്കെ എന്ത് ചെയ്യും? കുറച്ച് പാത്രം ക്യാരവനിലോട്ട് എടുത്തായിരുന്നു. അതുകൊണ്ട് പാത്രമില്ലല്ലേ? വന്നപ്പോ തിരിച്ചെടുത്തോണ്ട് പോരണ്ടായിരുന്നോ? അപ്പൊ അവർക്ക് വേണ്ടേ? നീ അവിടെ ചെന്ന് ഒരു സെറ്റ് കൂടെ മേടിച്ചാൽ മതി. അതെ. ഏട്ടൻ എന്നാ സവോള അരിയാൻ തുടങ്ങിയോ?
പിന്നെ പെട്ടെന്ന് പരിപാടി തീർത്തേക്കാം. എന്നിട്ടാണ് എന്നോട് പറഞ്ഞേ പതുക്കെ മതിയെന്ന്. ഇതൊക്കെ അരിഞ്ഞു നോക്കുമ്പോഴത്തേനും വിസിൽ വരുമല്ലോ, അന്നേരം പെട്ടെന്ന് തന്നെ അടുത്ത പരിപാടി നോക്കാമല്ലോ. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കോട്ടും കൂടെ വെച്ചേക്കാം. അപ്പോൾ കഞ്ഞിയുടെ വിസിൽ വന്ന് എടുത്ത് മാറ്റി അടുത്ത ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചതേ ചൂടായി. ഇനി കടുക് ഇട്ടേക്കാം. കടുകൊക്കെ നല്ലപോലെ പൊട്ടി നമുക്കതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും ശകലം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ചുമ്മാ ഒന്ന് ചൂടാക്കി. കുറച്ച് കരിയാപ്പിലയും ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പും. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. ഇനി ആ ചട്ടി കഴുകി എടുത്തിട്ട് വേണം അതിൽ മുട്ട പൊരിക്കാൻ. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയിൽ ഒരു പാത്രത്തിനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തിന് സവോള വഴറ്റണം. ചായ സ്പെഷ്യൽ മുളക് പൊട്ടിച്ചതാ, ഉണ്ടാക്കുന്നത് ഏട്ടനാ. എണ്ണ ചൂടായി, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ആദ്യം. കടുക് പൊട്ടി നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ശരിക്കും ചുവന്നുള്ളിയാണ് വേണ്ടത്, നമ്മൾ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് സവോളയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുട്ട ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ചോറ് വെന്ത് തടയുന്ന ഇടുന്നതിനിപ്പറേ ദാമുക്കുട്ടിക്ക് കുറച്ച് ചോറ് കോരി എടുത്തിട്ടേ ബാക്കി തടയിട്ടത്. ഒരു മുട്ടയും പൊരിച്ച് മെഴുക്കോട്ടയും കൂടി ദാമുക്കുട്ടിക്ക് ചോറ് കൊടുക്കാം. വിശക്കുവാന്ന്. തരാം. മുട്ട പൊരിക്കുന്ന പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാം ഒരേ ചട്ടിയിലെല്ലാം കറികളും ഉണ്ടാക്കുന്നേ. അവസാനം ഇപ്പം മഴയായി. എന്തായാലും അകത്തിരുന്ന് കഴിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, സവോള, മുളക്, തൈര്, മുട്ട പൊരിച്ചത്. നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെഞ്ച് ടൈഗർ റിസർവിലൂടെയാ. അപ്പം നമ്മൾ മഴയും കൊണ്ടാ വരുന്നേന്നാ തോന്നുന്നേടാ. കുറെ നേരമായിട്ട് മഴ തന്നെയാ. കഴിക്കാൻ നിർത്തി ഫുഡ് വെക്കാൻ പോയതാ പ്രശ്നമായത്. അന്നേരം തുടങ്ങിയ മഴയാ. ഇടയ്ക്കൊന്ന് തോരും, പിന്നെ തുടങ്ങും. അതെ, നമുക്കൊന്ന് ഫ്രഷ് ആവണ്ടേ, കുളിക്കൊക്കെ വേണ്ടേ? നമുക്ക് ഇവിടെ ഈ ബോർഡർ ആർട്ടിയോയിൽ നോക്കാം, അവിടെ കുളിക്കാനൊക്കെ സൗകര്യം ഉള്ളതാ. ഏത് മഹാരാഷ്ട്രയുടെ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം അവിടെ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു അവിടെ വന്ന് ഞങ്ങൾ ഫ്രഷ് ആയതാ. ഈ ബൈക്കുകാരെല്ലാം ഇവിടെ നിർത്തിയിട്ടേക്കുവാ, കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് മഴയുണ്ട്. മഴയില്ലാത്ത ഭാഗം നോക്കി അവർ നിർത്തി. പേടിക്കണ്ട, അങ്ങോട്ട് ആയിക്കോളും. അതെ, നമ്മുടെ അവിടെ പെയ്യുന്ന പോലെ തകർത്തടിച്ച് പെയ്യുന്നുണ്ടോ? ചെറിയ മഴയൊന്നുമല്ല, കാറ്റും മഴയും കൂടെയാ. നല്ല കാറ്റ് പിടിക്കുന്നുണ്ട്, നല്ലൊരു കാറ്റുണ്ട്, നല്ല മഴ, തണുപ്പ്. ജോൺസൺ മാഷിന്റെ പാട്ട് കട്ടൻ ചായ ആണിപ്പോ വേണ്ടിയത്. തണുപ്പ് വേണോ? ഈ മഴയും പിടിച്ച് തെന്നി തെറിച്ച് കിടക്കുന്ന വണ്ടി വരുന്ന വൈകിയ ലൈറ്റ് വിട്ട്. ടോൾഗേറ്റ് ആകെ കുട്ടി പറഞ്ഞേ. ഈ പെഞ്ച് ടൈഗർ റിസർവ് കുറെ ഉണ്ടല്ലേ. ഇത് വൈൽഡ് ലൈഫ് കോറിഡോർ ആണ്. മൃഗങ്ങളല്ലേ ഇതിന് അടിയിൽ കൂടിയാ ക്രോസ് ചെയ്യുന്നത്. നമ്മൾ അവർക്ക് ശല്യമില്ലാതെ മേളിൽ കൂടി പോകുന്നു. നമുക്കിട്ടി പോത്ത് വെക്കുന്നുണ്ടോ? മഴ ഇല്ലെന്ന് തോന്നുന്നല്ലോ. തന്നെ ഫുഡ് വെക്കാൻ ഇറങ്ങിയതാ ഈ മഴയ്ക്ക് ഇതുപോലെ കാരണം. അന്നേരം തുടങ്ങിയ പെയ്ത്താ. ഞങ്ങള് നല്ല അടിപൊളിയായിട്ട് ഫുഡ് വെച്ചോണ്ട് ചോറും കഴിച്ച്. നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല, നമുക്ക് എന്തെങ്കിലും കിട്ടിയാ നമുക്ക് റൊട്ടി എവിടാണേലും കിട്ടുമല്ലോ അല്ലേ. നാഗ്പൂർ 74 കിലോമീറ്റർ. ഇതൊരു മസ്ജിദ് ഇവിടുത്തെ. ഇവിടെ കണ്ടോ, മരങ്ങൾക്കൊക്കെ ചെറിയൊരു തളിർപ്പ് വീണിട്ടുണ്ട്. നേരത്തെ മഴ പെയ്തിട്ടുണ്ട്. അതാ മഴ പെയ്തെന്ന് തോന്നുന്നു. അതിന് മൃഗങ്ങളൊന്നും കാണാനില്ലല്ലോ, കുറച്ച് കുരങ്ങനെ മാത്രമേ കണ്ടുള്ളൂ. അതല്ലേ, ഒരു ലോറി കെട്ടിപിടിച്ചോണ്ട് വരുന്നുണ്ടോ ഈ വനത്തിലെ? ഈ വനത്തിൽ കൂടെ കാര്യം പറഞ്ഞാൽ 3-4 പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ. ഈ കുരങ്ങനെ അല്ലാതെ വേറൊരു ജീവിയെ കണ്ടിട്ടില്ല. അതെന്നാ ഈ കോറിഡോർ ഉള്ളതുകൊണ്ട് അതിനടി കൂടെ പോകത്തേ ഉള്ളൂ. ആയിരിക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് വരവ് നമ്മള് ബന്ദിപ്പൂർ വനത്തിൽ കൂടെ വരുന്നെങ്കിൽ ഇഷ്ടംപോലെ മൃഗങ്ങളെ കാണാം. അതെ, വണ്ടി ബ്രേക്ക് ഡൗൺ ആയതാന്ന് തോന്നുന്നല്ലോ.
ടയറൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. അതെ അതെ. കണ്ടോ, ഇവിടെ ഒരു മസ്ജിദും ഉണ്ട്, അതിന് തൊട്ടപ്പുറത്തിന് ഒരു മന്ദിറും ഉണ്ട്. ചെറിയൊരു ടൗണാ. ഗ്രാമങ്ങൾ കടാതെ ആകർഷിക്കുന്നുണ്ടോ? ഉണ്ട്, അതെ അതെ. ഒരുപാട് ആകർഷിക്കുന്നുണ്ടേ. ഞങ്ങളിവിടെ ഇറക്കി വിടാം. എന്നിട്ടോ എല്ലാം പതുക്കെ കാഴ്ചയൊക്കെ കണ്ട് വന്നാ മതിയല്ലേ? അതെ അതെ. അതെ അതെ, പിള്ളേർക്കല്ലേ സ്കൂൾ തുറക്കുന്നത്, എനിക്കല്ലല്ലോ അല്ലേ? ചായേ, നീ കിടന്ന് ഉറങ്ങിയപ്പോഴേ നമ്മുടെ ലോഡിന്റെ പാർട്ടി വിളിച്ചായിരുന്നു കേട്ടോ. 2 ദിവസം കൊണ്ട് എല്ലാം അങ്ങനെ പെട്ടെന്ന് ഇറക്കി തരാം അർജന്റാന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. ഞാൻ അത് പറയാൻ വിട്ടുപോയായിരുന്നു. കുഴപ്പമില്ല, പോയേക്കാം. നമുക്ക് വേറെ താമസമൊന്നും ഇല്ലല്ലോ. അതെ, വഴിക്ക് സമയമൊന്നും കളയണ്ട, വിട്ടുപോയേക്കാം. എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലാം. വീട്ടിൽ നിറയിട്ട് 3 മാസമായി. അതെ അതെ. വീട്ടുകാര് റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിക്കളയുന്നതിന് ഇപ്പറേ വീട്ടിൽ ചെല്ലാം അല്ലേ? വീട്ടിൽ ചെല്ലാം. നീ 3 മാസം, ഞങ്ങൾ 1 മാസം കഴിഞ്ഞു. ആ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ടയർ കെട്ടി വെച്ചേക്കുന്നത്. ഇവിടുള്ള വണ്ടികളിലെ ടയറിന്റെ ട്യൂബിന്റെ പീസ് കട്ട് ചെയ്ത് ചുമ്മാ ടയറിലേക്ക് ഒരേന്ന രീതിയിൽ കെട്ടിയിടും. അതെന്താ വെച്ചാൽ ആ ടയറിലെ ചെളിയെല്ലാം പൊക്കോളൂ. അത് അടിച്ചടിച്ചടിച്ച് ടയർ നല്ല കറത്തിരിക്കും. ഇഷ്ടിക ചൂളയാ കണ്ടോ. അതെ അതെ. അപ്പൊ നമ്മള് മഹാരാഷ്ട്രയിലേക്ക് കയറി. അതുകൊണ്ടോ നിങ്ങൾ ട്രെയിലറില് ട്രാക്ടർ കൊണ്ടുവന്നുണ്ടോ? എത്രണ്ണം ഉണ്ടെന്ന് എണ്ണിയോ? അതുകൊണ്ടോ കൊണ്ടുപോയി. അപ്പൊ നമ്മള് മഹാരാഷ്ട്ര ബോർഡർ RTO ആയി കേട്ടോ. ഈ ലെഫ്റ്റിലേക്ക് ഇറങ്ങിക്കോ. RTO ചെക്ക് പോസ്റ്റ് ആണ്. മധ്യപ്രദേശിൽ ആ ചെക്ക് പോസ്റ്റ് നിർത്തിയതുകൊണ്ട് വലിയ തിരക്കില്ലാതേക്ക് പോകുന്നു. അതെ, അവിടുത്തെ RTO ഓഫീസിൽ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. 2 സൈഡിലും വെളിയിൽ വണ്ടി ഇട്ട് അവിടെ ഇഷ്ടംപോലെ സ്റ്റാഫുകളും വെളിയിൽ നിൽപ്പുണ്ട്. അതെ അല്ലേ? പിഴിച്ചിലിന് കുറവൊന്നുമില്ല. ശരി ശരി. അതെ, ഒഴിച്ചിൽ നിർത്തി എന്നുള്ളതേ ഉള്ളൂ. ഒരു വണ്ടിയിലെ ലോഡ് കണ്ടോ, വലിയൊരു പുട്ടുകുറ്റി. പുട്ടുകുറ്റി അല്ലേ, ഏതോ കമ്പനിയിലേക്കുള്ള സാധനം, ടാങ്ക്. അത് കണ്ടോ. നമ്മളിവിടെ വേബ്രിഡ്ജ് കയറിയാ വരുന്നത്. വേബ്രിഡ്ജ് കയറി തൂക്കം എടുത്ത് RTOയിലേക്ക് പോകും. ആ കാണുന്നതാണ് RTO ചെക്ക് പോസ്റ്റ്. വണ്ടിയെല്ലാം തൂക്കി RTOയിൽ തൂക്കിച്ചിട്ടും കാണിച്ച് എൻട്രി ചെയ്തിട്ട് വേണം പോകാനായിട്ട്. എന്നാ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, സീലടിച്ച് തന്നു. അപ്പൊ എന്നോട് ഏതാ വണ്ടിന്ന്, അപ്പൊ ഞാൻ വണ്ടി നമ്പറൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് വന്ന് ഇവിടെ ഒക്കെ ഞാൻ സീലടിച്ച് തരാം, സീലടിച്ച് തന്നു. ആണോ? മറ്റേ ചേച്ചി അന്വേഷിച്ചോ? ഇല്ല അന്വേഷിച്ചില്ല. ഇല്ല. പോയേക്കാം. ഇവിടെ ആയാലും കുളിമുറിയും ബാത്റൂമും ഒക്കെ ഉണ്ട്. ഇവിടെ ഒന്ന് കുളിച്ചിട്ട് പോവാം. ഇവിടെ RTO ചെക്ക് പോസ്റ്റിലെ വാഷ്റൂം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാരും കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി. ഇനിയിപ്പോ ഞങ്ങളും കൂടെ കയറി പോയേക്കാം. കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറി ഇനിയിപ്പോ അതൊക്കെ പോയേക്കാം. അതെ, കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ചെയ്യും, വൃത്തി മനക്കി ഇരിക്കുന്നുണ്ടോ. അതെ അതെ. അതുകൊണ്ട് പ്രത്യേകം എന്നെ എടുക്കണോന്ന് പറഞ്ഞു വീഡിയോയില്. കുളിച്ച് കഴിഞ്ഞപ്പോ ഒരു സന്തോഷം അല്ലേ? നാളെ കോടതി കാണാൻ പറ്റത്തില്ല. അതെ, ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന വിമൽകുമാർ. ഹൈദരാബാദ് 528 കിലോമീറ്റർ, നാഗ്പൂർ 40. നാഗ്പൂർ ടൗണിലേക്ക് അതിലെ ലെഫ്റ്റിലേക്ക് പോകും. നമ്മൾ നേരെ NH 44 കൂടെ തന്നെ ഹൈദരാബാദ്. നമ്മൾ NH 44 കൂടെ തന്നെ നേരെ ഹൈദരാബാദ്, ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ മൈസൂർ. നമ്മുടെ ചണ്ഡീഗഡിൽ നിന്ന് മൈസൂരിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓടിയത് മധ്യപ്രദേശാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലൂടെയാണ്. അപ്പം നമ്മളെ നാഗ്പൂർ ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ് തെലുങ്കാന ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദാമുകുട്ടിക്കൊക്കെ ചെറിയ വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എവിടെയെങ്കിലും നിർത്തുവാണെങ്കിൽ നമുക്ക് ആ ഇരിക്കുന്ന ചോറും പിന്നെ കുറച്ച് കറിയേ ഉള്ളൂ. എവിടെയെങ്കിലും നിർത്തി കഴിച്ചേക്കാം. അത്യാവശ്യം ഒരു കറി എവിടെയെങ്കിലും മേടിക്കാൻ കൂടെ ചെയ്യാം. എന്നിട്ട് കഴിക്കുവാണെങ്കിൽ ദാമുകുട്ടിയൊക്കെ കിടന്ന് ഉറങ്ങിക്കോളൂല്ലോ. അതെ അതെ. വണ്ടി ഒരു സ്ഥലത്തുണ്ടെന്ന് ഒതുക്കി ചായബ്രോയ്ക്ക് റൊട്ടിയും കറിയും മേടിച്ചു. ബാക്കി ഞങ്ങളെല്ലാവരും ആ കറിയും കൂട്ടി ചോറും ഉണ്ട്. ചോറൊക്കെ ഉണ്ട്. അച്ഛ വണ്ടി എടുത്തോ, ചായക്കൊച്ച ഉറങ്ങാൻ പോവാ, ഞാനും ഉറങ്ങാൻ പോവാ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.